വെൽക്കം ബാക്ക് ടു SSC മലയാളി. സോ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷന്റെ ഭാഗത്ത് നിന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് ഇപ്പോൾ വന്നിരിക്കുകയാണ്. നമുക്കറിയാം, കേന്ദ്ര സർക്കാരിന്റെ വിവിധ കീ ഡിപ്പാർട്ട്മെന്റ്സിലേക്കുള്ള എല്ലാ വേക്കൻസീസും ഫില്ല് ചെയ്യുന്നത് സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ നടത്തുന്ന വിവിധങ്ങളായിട്ടുള്ള പരീക്ഷകളിലൂടെയാണ്. ഏറ്റവും മികച്ച സംവിധാനത്തിന്റെ പിൻബലത്തോടെ വളരെ സുശക്തമായ രീതിയിൽ തന്നെയാണ് ഈ ഓരോ പരീക്ഷകളും കണ്ടക്ട് ചെയ്യപ്പെടുന്നത്, നമുക്കറിയാം. എന്നാൽ ചിലപ്പോഴെങ്കിലും ചില ചോദ്യങ്ങളിൽ അല്ലെങ്കിൽ ചോദ്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഓപ്ഷനുകളിലൊക്കെ ചില പാകപ്പിഴകളും ക്രമക്കേടുകളും ഒക്കെ കടന്നു വരാറുണ്ട്. അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ ആസ് ആസ്പിരൻസ് നമുക്കതിനെ ചലഞ്ച് ചെയ്യാനും അതിനെതിരെ കൃത്യമായി അപ്പീൽ പോകാനുള്ള റൈറ്റ് ഉണ്ട്. എല്ലാവർക്കും അതിനുള്ള റൈറ്റ് ഉണ്ട് എന്ന് നമുക്കറിയാവുന്ന കാര്യമാണ്, അല്ലേ? എന്നാൽ ഈ അടുത്തായിട്ട് ഈ അപ്പീൽ സമർപ്പിക്കാനുള്ള സാധ്യതയുടെ ട്രൂ ഇൻറ്റൻഷനെ മറികടന്നുകൊണ്ട്, ഒരു പക്ഷേ സ്വാർത്ഥ താല്പര്യങ്ങളൊക്കെ മുൻനിർത്തിക്കൊണ്ടാകാം, ചില അനാവശ്യ ഘട്ടങ്ങളിൽ വളരെ നിസ്സാരമായിട്ടുള്ള കാര്യങ്ങൾക്ക് വരെ നിരന്തരമായിട്ട് അപ്പീൽ സമർപ്പിക്കുന്ന ഒരു അൺഅക്സെപ്റ്റബിൾ ആയിട്ടുള്ള പ്രവണത ഈ അടുത്ത് കണ്ടുവന്നിട്ടുണ്ട്. ഇപ്പം RTI ഫയലിങ്സിലൂടെ ആയാലും ഗ്രീവൻസ് പോർട്ടലിലൂടെ ആയാലും നൂറുകണക്കിന് പരാതികളാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷന്റെ മുമ്പിലുള്ളത്. അതിൽ ചിലതൊക്കെ വലിയ നിയമ പോരാട്ടങ്ങളിലേക്ക് വഴിതെളിച്ച ചരിത്രവും നമുക്കറിയാം, അല്ലേ? ഫോർ എക്സാമ്പിൾ, സമാനമായിട്ടുള്ള ഒരു കേസ് ഡൽഹി ഹൈക്കോർട്ടിൽ പരിഗണിക്കവേ ഈ ആസ്പിരൻസ് ഒക്കെ പുറത്തുപോയി SSCക്കെതിരെ വലിയ പ്രതിഷേധം നടത്തുകയും അതുമായിട്ട് ബന്ധപ്പെട്ട ഹാഷ്ടാഗുകളിലൊക്കെ എക്സിലും ട്വിറ്ററിലൊക്കെ സജീവമായത്, ആ ഒരു കാര്യത്തെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വാർത്തകളൊക്കെ ദൃശ്യമാധ്യമങ്ങളിലൂടെ ഒക്കെ നമ്മൾ വായിച്ചിട്ടുണ്ട്, അല്ലേ? അപ്പം അത്തരത്തിലുള്ളൊരു ആംബിഗ്യൂറ്റി നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ എന്താണ് അപ്പീലിന്റെ ട്രൂ ഇന്റൻഷൻ എന്നും ആർക്കൊക്കെയാണ് അപ്പീലുകൾ സമർപ്പിക്കാവുന്നതെന്നും ഏതൊക്കെ കോണ്ടെക്സ്റ്റുകളിലാണ് ഈ അപ്പീൽ വാലിഡ് ആയിട്ടുള്ളത് എന്നതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ എല്ലാ സംശയങ്ങളും ക്ലിയർ ചെയ്യത്തക്ക രീതിയിൽ വളരെ കോംപ്രഹെൻസീവ് ആയിട്ടുള്ള ഒരു നോട്ടീസ്, ഒരു സർക്കുലർ SSC ഇപ്പം പുറത്തു വിട്ടിട്ടുണ്ട്. വളരെ ബൃഹത്തായിട്ടുള്ള വലിയൊരു സർക്കുലറാണ്. അപ്പോൾ അതിലെ A to Z കാര്യങ്ങൾ നമ്മൾ അന്വേഷിച്ചറിയേണ്ട ആവശ്യമൊന്നുമില്ല. അതിലേറ്റവും പ്രധാനപ്പെട്ട, അതിൽ ഡിസ്കസ് ചെയ്യപ്പെട്ടിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഞാനിവിടെ എക്സ്ട്രാക്ട് ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് നോക്കാം എന്തൊക്കെ കാര്യങ്ങളാണ് ആ ഒരു നോട്ടീസിൽ, സർക്കുലറിൽ SSC വിവരിച്ചിട്ടുള്ളത് എന്നത്, കേട്ടോ. ഓക്കെ, അപ്പോൾ ആദ്യമേ മനസ്സിലാക്കുക, നമ്മൾ ഏതൊക്കെ അപ്പീലുകൾ, എത്ര ആൾക്കാർ അപ്പീൽ റേസ് ചെയ്താലും നമ്മൾ അപ്പീലിലൂടെ ഉയർത്തിക്കാട്ടുന്ന കാര്യം SMEക്ക് വാലിഡ് അല്ല എന്ന് തോന്നുകയാണെങ്കിൽ ഒരു കാര്യവുമില്ല. അപ്പം എന്താണ് SME എന്ന് വെച്ചാൽ സബ്ജക്റ്റ് മാറ്റർ എക്സ്പേർട്ട് ടീമാണ്. ഓരോ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് അതിൽ പ്രാഗൽഭ്യവും അറിവുമുള്ള ഒരു ടീമുണ്ട്. അവരാണ് നമ്മളുടെ അപ്പീലുകളുടെ സാധുത നിർണ്ണയിക്കുന്നത്. അവർക്ക് നമ്മളുടെ അപ്പീലിലൂടെ ഉയർത്തി കാണിച്ച കാര്യത്തിന് കഴമ്പില്ല എന്ന് തോന്നുകയാണെങ്കിൽ നമ്മൾ എത്ര അപ്പീൽ ചെയ്തിട്ടും കാര്യമില്ല. ഇപ്പം ദ ഫൈനൽ ഡിസിഷൻ ഓൾവേസ് ബിലോങ്സ് ടു ദ SME എന്ന് മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ പ്രധാനമായിട്ടും 4 സെനാരിയോസിലാണ് ഈ അപ്പീൽ വാലിഡ് ആയിട്ടുള്ളത്. ഓക്കെ, അപ്പം ആ 4 സെനാരിയോസ് എന്തൊക്കെയാണെന്ന് നമുക്ക് പരിശോധിക്കാം. ഒന്നാമത്തെ സെനാരിയോ എന്ന് പറയുന്നത് ചോദ്യത്തിൽ തെറ്റുണ്ടാവുക എന്നുള്ളതാണ്. അപ്പോൾ കൃത്യമായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്, ദ ക്വസ്റ്റ്യൻ ഈസ് ഫൗണ്ട് ടു ബി ആംബിഗ്യുവസ്. ഒരു പക്ഷേ ഒന്നിലധികം ഉത്തരങ്ങൾക്ക് വഴിവെക്കാവുന്ന ഒരു ചോദ്യമോ അല്ലെങ്കിൽ കൃത്യമായ വ്യക്തത, കോൺസെപ്റ്റുമായിട്ട് ബന്ധപ്പെട്ട വ്യക്തത ഇല്ലാത്ത ചോദ്യങ്ങളോ കൃത്യമായ ഓപ്ഷൻ ലിസ്റ്റ് ചെയ്യാത്തതോ ആയിട്ടുള്ള ചോദ്യങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനെതിരെ അപ്പീൽ സമർപ്പിക്കുക. അത് വാലിഡ് ആയിട്ടുള്ള ഒരു സെനാരിയോ ആണ്. ഇൻ കേസ് അപ്പീൽ വാലിഡ് ആണെങ്കിൽ, നമ്മൾ ഉയർത്തി കാട്ടിയ കാര്യം ശരിയാണെങ്കിൽ എന്താണ് സംഭവിക്കുക എന്ന് വെച്ചാൽ ആ ചോദ്യം ഡിസ്കാർഡ് ചെയ്തു എന്നുള്ളതാണ്. ഡിസ്കാർഡ് ചെയ്യുക മാത്രമല്ല, നിങ്ങൾ ആ ചോദ്യം അറ്റംപ്റ്റ് ചെയ്താലും അറ്റംപ്റ്റ് ചെയ്തില്ലെങ്കിലും നോ മാറ്റർ, നിങ്ങൾക്ക് അതിൻ്റെ മാർക്ക് ലഭിക്കുന്നതായിരിക്കും. ഈ മാർക്ക് എല്ലാവർക്കും ഈക്വലായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടുന്നതായിരിക്കും. നിങ്ങളത് അറ്റംപ്റ്റ് ചെയ്തോ ചെയ്തില്ലയോ എന്നത് ബാധകമല്ല, അത് പരിഗണിക്കുന്നതല്ല. ഓക്കെ, അപ്പം അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ ഫൈനൽ മെറിറ്റിനെ അത് ബാധിക്കില്ലേ എന്നൊരു സംശയം ചിലർക്കെങ്കിലും ഉണ്ടാകാം. അങ്ങനെയല്ല, ഇത് ഈക്വലായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതാണ്. നിങ്ങളുടെ ഫർദർ മെറിറ്റ് ഡിസൈഡ് ചെയ്യുന്നത് ആ ഒരു ഷിഫ്റ്റിലെ, ആ ഒരു പരീക്ഷയിലെ വാലിഡ് ആയിട്ടുള്ള റിമൈനിങ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ എങ്ങനെ അറ്റംപ്റ്റ് ചെയ്തു എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടായിരിക്കും. രണ്ടാമത്തൊരു സെനാരിയോ എന്ന് പറയുന്നത് ഒന്നിലധികം ഓപ്ഷൻസ് കറക്റ്റ് ആയിരിക്കുക എന്നുള്ളതാണ്. അങ്ങനെ ഒരു ചോദ്യത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ അതിനെതിരെ നിങ്ങൾക്ക് അപ്പീൽ സമർപ്പിക്കാവുന്നതാണ്. ഫോർ എക്സാമ്പിൾ, ഒരു ചോദ്യത്തിൽ 2 2-ലധികമോ ശരി ഉത്തരങ്ങൾ വന്നാൽ എന്താണ് സംഭവിക്കുക എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ശരി ഉത്തരം തിരഞ്ഞെടുത്ത കാൻഡിഡേറ്റ്സിന് എന്ത് കിട്ടും? അതിൻ്റെ മാർക്ക് കൃത്യമായിട്ട് അലോട്ട് ചെയ്ത് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ എല്ലാവർക്കും മാർക്കില്ല. ശരി ഉത്തരം ഇപ്പോൾ 2 എണ്ണമാണ് ശരിയെങ്കിൽ, ഫോർ എക്സാമ്പിൾ A B C D, ഇതിൽ Aയും Dയും ശരിയാണെങ്കിൽ Aയും Dയും തിരഞ്ഞെടുത്തവർക്ക് മാത്രമേ അതിൻ്റെ മാർക്ക് കൃത്യമായിട്ട് ലഭിക്കുകയുള്ളൂ. ഇനി നിങ്ങൾ BO CO ആണ്, തെറ്റായിട്ടുള്ള BO CO ആണ് എടുത്തിട്ടുള്ളതെങ്കിൽ നിങ്ങൾക്ക് നെഗറ്റീവ് മാർക്ക് കിട്ടുന്നതായിരിക്കും. ആൻഡ് അറ്റംപ്റ്റ് ചെയ്യാത്തവരെ സംബന്ധിച്ച് യാതൊരു മാർക്കും ലഭിക്കുന്നതല്ല. ഓക്കെ, മൂന്നാമത്തെ ഒരു സെനാരിയോ എന്ന് പറയുന്നത് ഭയങ്കര റെയറാണ്. നമുക്കറിയാം, ഓരോ പരീക്ഷയ്ക്കും കൃത്യമായിട്ടുള്ളൊരു യോഗ്യതയുണ്ടല്ലേ. 10ാം ക്ലാസ് ലെവൽ പരീക്ഷ, +2 ലെവൽ പരീക്ഷ, ഗ്രാജുവേഷൻ ലെവൽ പരീക്ഷ. അപ്പം അതിലൊക്കെ ആ ഒരു
എക്സാമിനൊരു നേച്ചറുണ്ട്. അപ്പം ആ ഒരു എക്സാമിൻ്റെ നേച്ചറിന് വിപരീതമായിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു ഔട്ട് ഓഫ് ദ ബോക്സ് അല്ല ഔട്ട് ഓഫ് ദ സിലബസ് ചോദ്യങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അതിനെ നിങ്ങൾക്ക് അപ്പീൽ ചെയ്യാവുന്നതാണ്, അതിനെതിരെ നിങ്ങൾക്ക് ചലഞ്ച് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ അത് ഭയങ്കര റെയറാണ്, കാരണം ഏറ്റവും മികച്ച സ്ക്രൂട്ടനൈസേഷന് ശേഷമാണ് ഓരോ ചോദ്യങ്ങളും സജ്ജമാക്കപ്പെടുന്നത് അല്ലേ. അപ്പം അതിൽ ഒരു അങ്ങനെ ഉണ്ടാവുക എന്നുള്ളത് വളരെ റെയറാണ്. ഫോർ എക്സാമ്പിൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മുടെ 10ാം ക്ലാസ് ലെവലിലുള്ള GD എക്സാമിന് ജോമെട്രിയുമായിട്ട് ബന്ധപ്പെട്ടൊരു ചോദ്യം വരുന്നു. അതൊരിക്കലും ഗ്രാജുവേഷൻ ലെവലിൽ ചോദിക്കുന്നതാണല്ലേ ജോമെട്രിയുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങളൊക്കെ. അപ്പോൾ അതിൽ നമ്മൾ ഒരിക്കലും എക്സ്പെക്ട് ചെയ്യുന്നില്ല GDയിൽ. അപ്പം അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് റേസ് ചെയ്യാവുന്നതാണ്. തൽഫലമായിട്ട് ആ ചോദ്യം ഡിസ്കാർഡ് ചെയ്യപ്പെടുകയും നിങ്ങളത് അറ്റംപ്റ്റ് ചെയ്താലും ചെയ്തില്ലെങ്കിലും എല്ലാവർക്കും ആ മാർക്ക് ലഭിക്കുന്നതായിരിക്കും എന്നിവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഓക്കെ, ആൻഡ് അവസാനത്തതും 4മത്തതുമായിട്ടുള്ള ഒരു സാഹചര്യമാണ് തർജ്ജമയിൽ ഉണ്ടാകുന്ന പാകപ്പിഴ. നമുക്കറിയാം എക്സാമുകൾ റീജിയണൽ ലാംഗ്വേജസിൽ നമുക്ക് അറ്റംപ്റ്റ് ചെയ്യാൻ സാധിക്കും അല്ലേ. ഫോർ എക്സാമ്പിൾ മലയാളത്തിൽ പരീക്ഷ എഴുതുന്ന ഒരാളാണ് ഞാൻ. ഇതിവിടെ മലയാളം പഞ്ചാബി എന്നുള്ളത് മലയാളം എന്ന് വായിക്കുക കേട്ടോ. മലയാളത്തിൽ പരീക്ഷ എഴുതുന്ന ഒരാളാണ് ഞാൻ. അപ്പം ഇംഗ്ലീഷിൽ ശരിയായിട്ടുള്ളൊരു ചോദ്യം എന്നാൽ മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് വരുമ്പം എന്തെങ്കിലും ഒരു പാകപ്പിഴയുണ്ടായി, എനിക്ക് തീർച്ചയായിട്ടും അപ്പീലിന് പോകാനുള്ള എല്ലാ റൈറ്റും ഉണ്ട്. അത് വാലിഡ് ആയിട്ടുള്ള ഒരു സെനാരിയോ ആണ്. ഓക്കെ, ഇംഗ്ലീഷിൽ ശരിയായിട്ടുള്ളത് എന്നാൽ എൻ്റെ മാതൃഭാഷയിലേക്ക് വരുമ്പം ആ ചോദ്യത്തിൽ കൃത്യമായിട്ട് ഗണ്യമായിട്ടുള്ള എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നമുക്കത് പോയിന്റ് ഔട്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പം ആ ഒരു റീജിയണൽ ലാംഗ്വേജിൽ എഴുതിയവർക്ക് മാത്രമേ അതിൻ്റെ മാർക്ക് കിട്ടുകയുള്ളൂ, അല്ലാത്തവരെ സംബന്ധിച്ച് കിട്ടില്ല. ഫോർ എക്സാമ്പിൾ പഞ്ചാബിയിൽ ഒരു എറർ വന്നു, മലയാളിയായാലും മലയാളത്തിൽ എഴുതുന്ന ഞാൻ അപ്പീൽ കൊടുത്തിട്ട് കാര്യമില്ല, ഞാനതിന് അർഹനല്ല. അപ്പം ഇതാണ് ഈ 4 സെനാരിയോസ്, 4 സാഹചര്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പം ഇത് വ്യക്തമായി എന്ന് വിചാരിക്കുകയാണ്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. ആൻഡ് അവസാനമായിട്ട് SSC നമ്മളോട് ആവശ്യപ്പെടുന്ന കാര്യം കോമൺ സെൻസ് ഉപയോഗിക്കുക എന്നുള്ളതാണ്. ഒരുപക്ഷെ ഒരുപാട് അപ്പീലുകൾ വന്നടിഞ്ഞിട്ട് അത് ഒരുപക്ഷെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരിക്കാം അവരത് പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുള്ളത്. അപ്പം ഓർഡിനറി പ്രൂഡൻസ് അല്ലെ കോമൺ സെൻസ് കാണിക്കുക എന്നുള്ളതാണ്. ഇപ്പം ചെറിയൊരു പങ്ക്ച്വേഷൻ ഒരു കോമയോ ഒരു കുത്തോ മാറിപ്പോയി, അതിന് ഉടനെ അപ്പീലിന് പോയിട്ടുണ്ടെങ്കിൽ അത്തരത്തിലുള്ള മൈനർ ആയിട്ടുള്ള കാര്യങ്ങളെ ഒരിക്കലും അവർ പരിഗണിക്കുന്നില്ല. ഞാൻ പറഞ്ഞില്ല, ആഫ്റ്റർ ഓൾ ഇതൊക്കെ SMEയുടെ തീരുമാനമാണ്. നമ്മൾ എത്ര അപ്പീൽ അയച്ചാലും അവർക്കത് വാലിഡ് അല്ല എന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് ഒരു കാര്യവും അതിനകത്ത് ചെയ്യാനില്ല എന്നുള്ളതാണ്. ഓക്കെ, ഇപ്പോൾ ഇതിനകത്ത് ഏറ്റവും ക്ലിയർ ആയിട്ടുള്ള അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഓപ്ഷനാണ് നമ്മൾ പറയുകയാണ്. ഇപ്പം ഫോർ എക്സാമ്പിൾ ഇംഗ്ലീഷുമായിട്ട് ബന്ധപ്പെട്ടൊരു ചോദ്യം, അയ്യോ മറ്റൊരു ഗ്രാമർ ബുക്കിൽ അങ്ങനെ ഒരു ഉത്തരം കണ്ടല്ലോ, അപ്പം അതങ്ങനെയല്ലേ വരിക എന്ന് പറഞ്ഞുകൊണ്ട് ചെന്നിട്ട് കാര്യമില്ല. ഏറ്റവും വാലിഡ് ആയിട്ടുള്ള ഒരു ഓപ്ഷൻ അവിടെ സാധ്യത ഉണ്ടെങ്കിൽ അത് തന്നെ എടുക്കുക. എൻ്റെ അപ്പുറത്തേക്ക് ക്രൂക്കഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ എന്താ പറയുക, നമ്മൾ അത്രയ്ക്ക് കണ്ടുപരിചയമില്ലാത്ത ചില പ്രത്യേക പുസ്തകങ്ങളിൽ മാത്രം കൊടുത്തിരിക്കുന്ന നിയമങ്ങളെ ബേസ് ചെയ്തിട്ടൊന്നും കാണിച്ചിട്ടൊന്നും കാര്യമില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, യെസ്. അപ്പം മൾട്ടിപ്പിൾ ലാംഗ്വേജസിൽ മീഡിയം റൂൾസിൽ വരുന്നത് നിങ്ങൾ സ്വന്തം തിരഞ്ഞെടുത്ത ഒരു മീഡിയം ഉണ്ടല്ലോ, അതിൽ തന്നെ പരീക്ഷ എഴുതിയവർക്കായിരിക്കും ഈ 4മത്തെ സെനാരിയോ പ്രകാരം മാർക്ക് അലോട്ട് ചെയ്യപ്പെടുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ പ്രധാനമായിട്ടും പറഞ്ഞു വെച്ചിട്ടുള്ളത്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ താഴെ ചോദിക്കുക. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം കേട്ടോ. ഓക്കെ, താങ്ക് യു.